+2 കെമിസ്ട്രി 11ാമത്തെ യൂണിറ്റ് ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോമ്പൗണ്ട്സ് ആണ് ആൽക്കഹോൾസും ഫിനോൾസും ഈതേഴ്സും. ഒരു ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജൻ ആറ്റം മാറി അവിടെ OH അഥവാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സിനെയാണ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. ഈഥെയ്ൻ CH3 ആണ്. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി അവിടെ OH ഗ്രൂപ്പ് വരുന്നു എന്ന് കരുതുക. CH3 CH2 OH. ഇത്തരം കോമ്പൗണ്ട്സിനെയാണ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. ഫിനോൾ എന്നാൽ അരോമാറ്റിക് കോമ്പൗണ്ട്സിലെ അരോമാറ്റിക് സ്ട്രക്ചറുമായി ഡയറക്റ്റ് ലിങ്ക് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്ത് അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നു. ഉദാഹരണം ബെൻസീൻ നമുക്ക് പരിഗണിക്കാം. ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്ത് അവിടെ OH ഗ്രൂപ്പ് വരികയാണ് എങ്കിൽ ഈ കോമ്പൗണ്ടിനെയാണ് ഫിനോൾ എന്ന് പറയുന്നത്. ഒരു ഹൈഡ്രോകാർബൺ ചെയിനിലെ ഹൈഡ്രജൻ ആറ്റം മാറി അവിടെ ആൽക്കോക്സി ഗ്രൂപ്പ് വന്നാലാണ് അത്തരം കോമ്പൗണ്ട്സിനെ ഈതർ എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി ഈഥെയ്നിലെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറുന്നു CH3 CH2, അവിടെ ആൽക്കോക്സി ഗ്രൂപ്പ് OR ഗ്രൂപ്പ് വന്നാൽ അതിനെ നമുക്ക് ഈതർ എന്ന് വിളിക്കാം. പക്ഷെ പലപ്പോഴും ഈതർ എന്നാൽ ആൽക്കഹോളിലെ ഹൈഡ്രജൻ ആറ്റം മാറി അവിടെ ഒരു ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് വരുന്നതാണ്. സോ ഇവിടെ എഥനോളിലെ ഹൈഡ്രജൻ ആറ്റം മാറുകയാണ് എങ്കിൽ CH3 CH2 OR അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് വരുന്നത് പോലെ പരിഗണിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ 3 ഭാഗങ്ങളും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ആൽക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയും അതുപോലെ തന്നെ ഈതേഴ്സിൻ്റെയും ക്ലാസിഫിക്കേഷനാണ്. ആൽക്കഹോൾസിനെയും ഫിനോൾസിനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് എത്ര ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ഉള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഒരു OH ഗ്രൂപ്പ് മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ മോണോഹൈഡ്രിക് ആൽക്കഹോൾ അല്ലെങ്കിൽ മോണോഹൈഡ്രിക് ഫിനോൾ എന്ന് പറയും. 2 OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഡൈഹൈഡ്രിക് ആൽക്കഹോൾ അല്ലെങ്കിൽ ഡൈഹൈഡ്രിക് ഫിനോൾ എന്ന് പറയുന്നു. 3 OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ അല്ലെങ്കിൽ ട്രൈഹൈഡ്രിക് ഫിനോൾ എന്ന് പറയുന്നു. CH3 CH2 OH ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു മോണോഹൈഡ്രിക് ആൽക്കഹോൾ ആണ്. മോണോഹൈഡ്രിക് ആൽക്കഹോൾ ആണ്. അതേപോലെ ഫിനോൾ പരിഗണിക്കുക. ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാത്രമുള്ളത് കൊണ്ട് ഇതിനെ മോണോഹൈഡ്രിക് ഫിനോൾ എന്ന് വിളിക്കാം. അടുത്ത എക്സാമ്പിൾ പരിഗണിക്കുക. CH2 OH ഇത് എഥിലീൻ ഗ്ലൈക്കോൾ ആണ്. ഇവിടെ 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഡൈഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് വിളിക്കാം. ഇതൊരു ഡൈഹൈഡ്രിക് ആൽക്കഹോൾ ആണ്. ഒരു ഫിനോൾ പരിഗണിക്കുക. ഇവിടെ 2 OH ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഡൈഹൈഡ്രിക് ഫിനോൾ ആണ്. അടുത്ത എക്സാമ്പിൾ CH2 OH CH2 OH ഇത് ഗ്ലിസറോൾ അഥവാ ഗ്ലിസറിൻ ആണ്. ഇവിടെ 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇതിനെ ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ എന്നാണ് വിളിക്കുന്നത്. ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ ആണ്. അതേപോലെ ഇവിടെ 3 OH ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ട്രൈഹൈഡ്രിക് ഫിനോൾ ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം പ്രൈമറി കാർബൺ ആറ്റമാണോ സെക്കൻഡറി ആണോ അതോ ടേർഷറി ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി ആൽക്കഹോൾസിനെ
പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെർഷറി ആൽക്കഹോൾ എന്നിങ്ങനെയും തരംതിരിക്കാൻ സാധിക്കും. ഉദാഹരണം നമുക്ക് പരിഗണിക്കാം. CH3, CH2, OH. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഇതൊരു പ്രൈമറി കാർബൺ ആറ്റമാണ്. അതായത് ഇത് വേറെ ഒരു കാർബൺ ആറ്റമായിട്ട് മാത്രമേ ലിങ്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ആൽക്കഹോളിനെ പ്രൈമറി ആൽക്കഹോൾ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം. CH3, CH, OH, CH3. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ കാർബൺ ആറ്റം ഒരു സെക്കൻഡറി കാർബൺ ആറ്റമാണ്. അതായത് വേറെ രണ്ട് കാർബൺ ആറ്റവുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ സെക്കൻഡറി ആൽക്കഹോൾ. അടുത്ത ഉദാഹരണം CH3, 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 OH. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഒരു ടേർഷറി കാർബൺ ആറ്റമാണ്. അതായത് അത് 3 അതർ കാർബൺ ആറ്റവുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ ആൽക്കഹോൾ ഒരു ടേർഷറി ആൽക്കഹോൾ ആണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, അതോ ടേർഷറി ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി ആൽക്കഹോളിനെ പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടേർഷറി ആൽക്കഹോൾ എന്നിങ്ങനെയും തരംതിരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ ഇമ്മീഡിയറ്റ് കാർബൺ ആറ്റത്തിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത്തരം ആൽക്കഹോളിനെ കോമൺ നെയിമിങ്ങിൽ അല്ലൈലിക് ആൽക്കഹോൾ എന്ന് വിളിക്കാറുണ്ട്. ഒരു ഉദാഹരണം പരിഗണിക്കാം. CH2 ഡബിൾ ബോണ്ട് CH2, OH. ഇത് ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. കാരണം ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം വേറെ ഒരു കാർബൺ ആറ്റമായിട്ട് മാത്രമേ ലിങ്ക് ചെയ്തിട്ടുള്ളൂ. സോ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ ഇമ്മീഡിയറ്റ് കാർബൺ ആറ്റത്തിൽ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇത്തരം ആൽക്കഹോളിനെ കോമൺ നെയിമിങ്ങിൽ അല്ലൈലിക് ആൽക്കഹോൾ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു അല്ലൈലിക് ആൽക്കഹോൾ ആണ്. ഈതേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 വശവും ഒരേപോലെ ആണ് എങ്കിൽ അത്തരം ഈതേഴ്സിനെ സിമ്പിൾ ഈതേഴ്സ് അഥവാ സിമിട്രിക്കൽ ഈതേഴ്സ് എന്ന് വിളിക്കും. അതേസമയം ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 വശവും ഒരേപോലെ അല്ല എങ്കിൽ അതിനെ അൺസിമിട്രിക്കൽ ഈതർ അല്ലെങ്കിൽ മിക്സഡ് ഈതേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. CH3O, CH3. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 വശവും ഒരേപോലത്തെ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇത് ഒരു സിമിട്രിക്കൽ അല്ലെങ്കിൽ സിമ്പിൾ ഈതർ ആണ്. ഇറ്റ് ഈസ് എ സിമിട്രിക്കൽ ഈതർ ഓർ സിമ്പിൾ ഈതർ. അടുത്ത ഉദാഹരണം പരിഗണിക്കാം. C2H5O, C2H5. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 വശവും ഒരേപോലെയാണ്. അതുകൊണ്ട് ഇതൊരു സിമിട്രിക്കൽ ഈതർ ആണ്. അതേസമയം CH3O, CH2, CH3. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇടതുവശത്ത് മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ ഈഥൈൽ ഗ്രൂപ്പ് ഒരേപോലെ അല്ല. അതുകൊണ്ട് ഇതിനെ മിക്സഡ് ഈതർ അഥവാ അൺസിമിട്രിക്കൽ ഈതർ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു അൺസിമിട്രിക്കൽ ഈതർ ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സ്റ്റഡി എളുപ്പമാക്കാൻ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവയുടെ IUPAC നെയിമിംഗ് ആണ്. ഒപ്പം സാധാരണ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സിൻ്റെ കോമൺ നെയിമും അറിഞ്ഞിരിക്കണം. ആൽക്കഹോളിന് IUPAC നെയിം നൽകാനായി പേരൻ്റ് ആൽക്കൈൻ ചെയിനിലെ ആൽക്കൈനിലെ E എന്ന ലെറ്റർ മാറ്റി ഓൾ എന്ന സഫിക്സ് ചേർത്താൽ മതിയാകും. നമുക്ക് ഉദാഹരണം പരിഗണിക്കാം. CH3, CH2, OH. ഇവിടെ പേരൻ്റ് ചെയിനിൽ 2 കാർബണാറ്റമാണുള്ളത്. ഈഥൈൻ്റെ ഡെറിവേറ്റീവാണിത്. സോ ഈഥൈനിലെ അവസാന അക്ഷരം E മാറ്റി ഓൾ എന്ന വാക്ക് ചേർക്കുന്നു. കോമ്പൗണ്ടിൻ്റെ പേര് എഥനോൾ എന്നാണ്. ഈഥൈനിലെ E മാറ്റി ഓൾ എന്ന വാക്ക് ചേർത്തപ്പോൾ എഥനോൾ എന്ന് വന്നു. ഇതിൻ്റെ കോമൺ നെയിം കിട്ടാനായി അവിടെ ആൽക്കൈൽ ചെയിനിൻ്റെ പേര് ഈഥൈൽ എന്നാണ്. ഒപ്പം ആൽക്കഹോൾ എന്ന വാക്ക് ചേർക്കണം.
ഇതിൻ്റെ കോമൺ നെയിം ഈഥൈൽ ആൽക്കഹോൾ എന്നാണ്. അടുത്ത ഉദാഹരണം പരിഗണിക്കാം. CH3 CHOH CH2 CH3. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബൺ ആറ്റത്തിന് ലോവർ നമ്പർ വരാൻ പാകത്തിന് പൊസിഷൻ നമ്പർ കൊടുക്കണം. സോ ലെഫ്റ്റിൽ നിന്നാണ് പൊസിഷൻ നമ്പർ നൽകേണ്ടത്. 1 2 3 4. ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ്റെ 2 പൊസിഷനിൽ ആൽക്കഹോൾ വന്നിരിക്കുന്നു. സോ നമുക്ക് ബ്യൂട്ടൻ 2 ഓൾ എന്ന് ഇതിൻ്റെ പേര് എഴുതാം. ഇറ്റ് ഈസ് ബ്യൂട്ടൻ 2 ഓൾ. അടുത്ത കോമ്പൗണ്ട് പരിഗണിക്കാം. CH3 CH ഡബിൾ ബോണ്ട് C Br സിംഗിൾ ബോണ്ട് CH2 CHOH CH3. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ബ്രോമിൻ എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഒപ്പം OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. നെയിമിങ്ങിൽ പ്രയോറിറ്റി ആൽക്കഹോളിനാണ്. ലോവസ്റ്റ് സം റൂള്, ഒപ്പം ഇവിടെ OH ഗ്രൂപ്പിന് ലോവർ നമ്പർ വരാവുന്ന രീതിയിൽ പൊസിഷൻ നമ്പർ കൊടുത്താൽ റൈറ്റിൽ നിന്നുമാണ് നമ്പർ കൊടുക്കേണ്ടത്. 1 2 3 4 5 6. നെയിം ചെയ്യുമ്പോൾ ബ്രോമിൻ്റെ പേരാണ് ആദ്യം പറയേണ്ടത്. 4 പൊസിഷനിൽ ബ്രോമിൻ വരുന്നു. സോ കോമ്പൗണ്ടിൻ്റെ പേര് 4 ബ്രോമോ. ദെൻ ഇത് ഹെക്സൈൻ ആണ്. ഹെക്സൈനിൻ്റെ 4 പൊസിഷനിൽ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നു. സോ ഹെക്സ് 4 ഈൻ എന്നാണ് വേണ്ടത്. 4 ബ്രോമോ ഹെക്സ് 4 ഈൻ. 2 പൊസിഷനിൽ ആൽക്കഹോൾ വന്നിട്ടുണ്ട്. 4 ഈൻ 2 ഓൾ. നമുക്ക് നെയിം നൽകിയാൽ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനായും അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം പരിഗണിക്കാം. പ്രൊപ്പൻ 2 ഓൾ. പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 കാർബൺ ഉള്ളത്. നമ്മൾ 3 കാർബൺ ഉൾപ്പെടുന്ന കാർബൺ ചെയിൻ വരയ്ക്കുന്നു. അവിടെ പൊസിഷൻ നമ്പർ കൊടുക്കുന്നു. 1 2 3. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട്. സോ ഇവിടെ ഹൈഡ്രോക്സിൽ OH ഇടുന്നു. കാർബൺ ആറ്റത്തിൻ്റെ വാലൻസി കംപ്ലീറ്റ് ആക്കാൻ ഹൈഡ്രജൻ ഇടുന്നു. ഇവിടെ ഒരു വാലൻസി പൂർത്തിയായുള്ളൂ. CH3 1 2 3 പൂർത്തിയായി. CHOH ഒരു വാലൻസി പൂർത്തിയായുള്ളൂ. CH3. ഒന്നിലേറെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവയുടെ എണ്ണം സൂചിപ്പിക്കാനായി ഡൈ, ട്രൈ തുടങ്ങിയ പ്രിഫിക്സ് ഉപയോഗിക്കണം. ഒപ്പം പേരൻ്റ് ചെയിനിലെ E എന്ന ലെറ്റർ നമ്മൾ നിലനിർത്തുകയും ചെയ്യണം. ഈ കോമ്പൗണ്ട് പരിഗണിക്കുക. ഇവിടെ 1 2 3 കാർബണാറ്റമാണ് ഉള്ളത്. 1 2 3. 3 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. 3 കാർബണാറ്റം ഉള്ളതുകൊണ്ട് നമുക്കിതിനെ പ്രൊപ്പൈൻ എന്ന് നെയിം ചെയ്യാം. പ്രൊപ്പൈൻ്റെ 1 2 3 പൊസിഷനിൽ ആൽക്കഹോൾ വന്നിരിക്കുന്നു. പ്രൊപ്പൈൻ 1 2 3. 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ട്രൈ എന്ന വാക്കുകൂടി ഉപയോഗിക്കുന്നു. 1 2 3 ട്രൈ ഓൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നിലേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നതുകൊണ്ട് നമ്മൾ ട്രൈ എന്ന പ്രിഫിക്സ് ഉപയോഗിച്ചു. അവസാനത്തെ ലെറ്റർ E നിലനിർത്തുകയും ചെയ്തു. സൈക്ലിക് ആൽക്കഹോളിനെ നെയിം ചെയ്യാനായി പേരന്റ് ചെയിൻ്റെ പേരിന് മുമ്പായി സൈക്ലോ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് വേണ്ടത്. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. നിങ്ങൾക്കറിയാം 1 2 3 4 5 6 കാർബണാറ്റമാണുള്ളത്. ഇത് സൈക്ലോ ഹെക്സൈൻ ആണ്. ഫിനോളായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഫിനോൾ ആണ് എങ്കിൽ അവിടെ ബെൻസിൻ റിംഗ് അല്ലെങ്കിൽ അരോമാറ്റിക് റിംഗ് ഉണ്ടായിരിക്കും. ഇവിടെ സൈക്ലോ ഹെക്സൈനിൽ മീഥൈൽ ഗ്രൂപ്പും ആൽക്കഹോളിക് ഗ്രൂപ്പും ഉണ്ട്. സോ ആൽക്കഹോളിക് ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി കൂടുതൽ. അത് അറ്റാച്ച് ചെയ്യുന്ന കാർബണാറ്റത്തിന് 1 എന്ന പൊസിഷൻ നമ്പർ കൊടുക്കുന്നു. നമുക്ക് ഇവിടെ 2 പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആദ്യം ബ്രാഞ്ചിൻ്റെ പേര് പറയുന്നു. സോ നെയിം ഈസ് 2 മീഥൈൽ സൈക്ലോ
ഹെക്സൈൻ എന്നതിലെ ഈ മാറ്റി ഓൾ എന്ന വാക്ക് ചേർക്കുന്നു. സൈക്ലോ ഹെക്സനോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഫിനോൾസിനെ നെയിം ചെയ്യാനായി കോമ്പൗണ്ട്സ് എല്ലാം സിമ്പിൾ ഫിനോളായ ഫിനോളിൻ്റെ ഡെറിവേറ്റീവായി ആണ് പരിഗണിക്കേണ്ടത്. ഫിനോളിലെ ഏറ്റവും സിമ്പിൾ മെമ്പർ ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്ത് അവിടെ OH ഗ്രൂപ്പ് വരുന്ന ഈ കോമ്പൗണ്ടാണ്. ഇതിനെ നമ്മൾ ഫിനോൾ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ഹയർ കോമ്പൗണ്ട്സ് എല്ലാം ഫിനോളിൻ്റെ ഡെറിവേറ്റീവായി പരിഗണിക്കുന്നു. ഇവിടെ ഫിനോളിനൊപ്പം CH3 എന്ന ആ ബ്രാഞ്ച് അല്ലെങ്കിൽ സൈഡ് ചെയിൻ കൂടിയുണ്ട്. നമ്മൾ അതിന് 1, 2 എന്ന പൊസിഷൻ നമ്പർ കൊടുക്കുന്നു. സോ ഈ കോമ്പൗണ്ടിൻ്റെ പേര് 2-മീഥൈൽ ഫിനോൾ എന്നാണ്. ഇറ്റ് ഈസ് 2-മീഥൈൽ ഫിനോൾ. എന്നാൽ ഫിനോളിൽ OH ഗ്രൂപ്പ് ഒന്നിലേറെ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ ബെൻസീൻ്റെ ഡെറിവേറ്റീവായിട്ടാണ് പരിഗണിക്കുന്നത്. ബെൻസീനിൽ ഒന്നിലേറെ OH ഗ്രൂപ്പ് വരുന്ന പോലെ. സോ ഈ കോമ്പൗണ്ടിനെ നെയിം ചെയ്യാനായി നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കുന്നു. 1, 3 പൊസിഷനിലാണ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ നമ്മളിതിനെ ബെൻസീൻ 1, 3 ഡൈ ഓൾ എന്നാണ് വിളിക്കുന്നത്. ബെൻസീൻ 1, 3 ഡൈ ഓൾ എന്ന് ഈ കോമ്പൗണ്ടിനെ നെയിം ചെയ്യുന്നു. ഈതേഴ്സ് നെയിം ചെയ്യുന്നതിനായി ഏതാണോ ലോങ്ങർ ആൽക്കൈൽ ചെയിൻ അതിനെ പേരൻറ്റ് ചെയിനായി പരിഗണിക്കുന്നു. IUPAC നെയിമിംഗ് നമുക്ക് പരിഗണിക്കാം. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈഥൈൽ ഗ്രൂപ്പ്. സോ ഇവിടെ പേരൻറ്റ് ചെയിനായിട്ട് ഈഥൈൽ ഗ്രൂപ്പ് അഥവാ ഈഥൈനെയാണ് പരിഗണിക്കുന്നത്. സോ ഈ കോമ്പൗണ്ട് നെയിം ചെയ്യാനായി മെഥോക്സി ഈഥൈൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. കോമ്പൗണ്ടിൻ്റെ പേര് മെഥോക്സി ഈഥൈൻ. ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പും ഒരേപോലാണ്, അതുകൊണ്ട് നമുക്കതിനെ എഥോക്സി ഈഥൈൻ എന്ന് നെയിം ചെയ്യാം. എഥോക്സി ഈഥൈൻ. ഇവിടെ മെഥുണ്ട്, ഒപ്പം പ്രൊപ്പൈൽ ഗ്രൂപ്പും ഉണ്ട്. നമുക്കിവിടെ പൊസിഷൻ നമ്പർ കൊടുക്കാം. 1, 2, 3 ലോങ്ങസ്റ്റ് ചെയിൻ തന്നെ പരിഗണിക്കുക. സോ ഇത് പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. ആ പ്രൊപ്പൈൽ ഗ്രൂപ്പിൻ്റെ 2ാമത്തെ കാർബണാറ്റത്തിലാണ് മെഥോക്സി വന്നിരിക്കുന്നത്. അതുകൊണ്ട് 2 എന്ന പൊസിഷൻ നമ്പർ കൂടി നമ്മൾ കാണിക്കുന്നു. പ്രൊപ്പൈൻ്റെ 2 പൊസിഷനിൽ മെഥോക്സി ഗ്രൂപ്പ് വന്നിരിക്കുന്നു. സോ കോമ്പൗണ്ടിൻ്റെ പേര് 2-മെഥോക്സി പ്രൊപ്പൈൻ. 2-മെഥോക്സി പ്രൊപ്പൈൻ. ഇവിടെ മെഥോക്സി ബെൻസീൻ എന്നാണ് കോമ്പൗണ്ടിൻ്റെ പേര്. മെഥോക്സി ബെൻസീൻ. നമ്മൾ IUPAC നെയിം എഴുതാനായിട്ടാണ് അറിയേണ്ടത്, എങ്കിലും കോമൺ നെയിം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ കോമൺ നെയിം ചെയ്യുന്നതിനായി ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 വശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് പരിഗണിക്കുന്നു. ആ ആൽക്കൈൽ ഗ്രൂപ്പുകൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈതർ എന്ന വാക്ക് ചേർത്ത് പറയുകയാണ് വേണ്ടത്. ഇവിടെയുള്ളത് മീഥൈൽ ഗ്രൂപ്പും ഈഥൈൽ ഗ്രൂപ്പുമാണ്. സോ കോമ്പൗണ്ടിൻ്റെ പേര് ഈഥൈൽ മീഥൈൽ ഈതർ എന്നാണ്. ഇവിടെ 2 ഈഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഡൈ ഈഥൈൽ ഈഥർ എന്നാണ് കോമ്പൗണ്ടിൻ്റെ പേര്. ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പും ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പുമാണ് വന്നിരിക്കുന്നത്. സോ നമുക്കിതിനെ മീഥൈൽ ഐസോപ്രൊപ്പൈൽ ഈഥർ എന്ന് വിളിക്കാം. ഈ കോമ്പൗണ്ട് മെഥോക്സി ബെൻസീൻ ആണ്. അതിൻ്റെ കോമൺ നെയിം അറിഞ്ഞിരിക്കണം. ഇതിനെ കോമൺ ആയിട്ട് അനിസോൾ എന്നാണ് വിളിക്കുന്നത്. ഈ കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിം അനിസോൾ എന്നാണ്. അടുത്തതായി ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൽക്കഹോളിലും ഫിനോളിലും ഈഥറിലും ഓക്സിജൻ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഓക്സിജൻ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അവിടെ ബോണ്ട് ആംഗിൾ ടെട്രാഹെഡ്രൽ ആംഗിളായ 109.5 ഡിഗ്രിയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 2 ജോഡി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ലോൺ പെയർ റിപ്പൾഷൻ ഹയർ ആയതുകൊണ്ട് ആൽക്കഹോളിൽ എല്ലായ്പ്പോഴും
COH ബോണ്ട് ആംഗിൾ ഒറിജിനൽ SP3 ബോണ്ട് ആംഗിളിനേക്കാൾ അല്പം കുറവായിരിക്കും. 109.5 ഡിഗ്രിയേക്കാളും അല്പം ലോവർ ആയിരിക്കും ആൽക്കഹോളിലെ ബോണ്ട് ആംഗിൾ. എന്നാൽ ഫിനോളിൽ ഒരു ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ നിയർലി ടെട്രാഹെഡ്രൽ ആംഗിളിന് തുല്യം തന്നെ ആയിരിക്കും. എന്നാൽ ഈതറിൽ 2 ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്. അവ തമ്മിലുള്ള റിപ്പൽഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ബോണ്ട് ആംഗിൾ ടെട്രാഹെഡ്രൽ ആംഗിളിനേക്കാൾ അല്പം ഹയർ ആയിരിക്കും. അടുത്തതായി CO ബോണ്ട് ലെങ്ത് നമുക്ക് പരിഗണിക്കാം. ഫിനോളിലെ CO ബോണ്ട് ലെങ്ത് ആൽക്കഹോളിലെയും ഈതറിലെയും CO ബോണ്ട് ലെങ്തിനേക്കാൾ അല്പം കുറവായിരിക്കും. കാരണം ഫിനോളിലെ CO ബോണ്ട് എന്ന് പറയുന്നത് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഇവിടെ ഈ ഡബിൾ ബോണ്ടും തമ്മിൽ പാർഷ്യൽ കോൺജുഗേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഈ CO ബോണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാണിക്കുന്നത്. ആൽക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയും ഈതേഴ്സിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം അവയുടെ ബോയിലിംഗ് പോയിന്റ്. ആൽക്കഹോളിനും ഫിനോളിനും മറ്റു ക്ലാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന ബോയിലിംഗ് പോയിൻ്റാണ് ഉള്ളത്. കാരണം ആൽക്കഹോളിലും ഫിനോളിലും OH ബോണ്ടുണ്ട്. അഥവാ അവിടെ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിളാണ്. അതിനാൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വളരെയധികം എനർജി വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ആൽക്കഹോളിനും ഫിനോളിനും വളരെ ഉയർന്ന ബോയിലിംഗ് പോയിൻ്റാണ് ഉള്ളത്. അതിന് കാരണം ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇവിടെ കമ്പയറബിൾ മോളിക്കുലാർ മാസുള്ള 3 കോമ്പൗണ്ടാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ എഥനോൾ, ആൽക്കഹോളാണ്. അടുത്തത് മീതോക്സി മീഥെയിൻ, ഒരു ഈതറാണ്. അടുത്തത് പ്രൊപ്പൈൻ, ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ആൽക്കഹോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് 351 കെൽവിൻ. മെതോക്സി മീഥെയിൻ്റെ ബോയിലിംഗ് പോയിന്റ് 248 കെൽവിൻ. പ്രൊപ്പൈൻ്റെ ബോയിലിംഗ് പോയിന്റ് 231 കെൽവിൻ. ഇവിടെ ഹൈഡ്രോ കാർബണിൽ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹൈഡ്രോ കാർബണിന് ഏറ്റവും താണ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. അതേസമയം ഈതറിൽ CO ബോണ്ട് പോളാർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്പം കൂടി സ്ട്രോങ് ആണ്. അതിനാലാണ് ഹൈഡ്രോ കാർബണിനേക്കാൾ ഉയർന്ന ബോയിലിംഗ് പോയിന്റ് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ഈതറിന് ഉള്ളത്. ഇവിടെ എഥനോൾ, അവിടെ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആയി ഉണ്ട്. അതുകൊണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വളരെയധികം എനർജി വേണം. അതുകൊണ്ട് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺ, ഈതർ, അതുപോലെ തന്നെ ആൽഡിഹൈഡ്, കീറ്റോൺ, അവയേക്കാളെല്ലാം ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളിനും അതേപോലെ ഫിനോളിനും ഉണ്ടായിരിക്കും. ദെൻ മോളിക്കുലാർ മാസ് കൂടുന്തോറും ആൽക്കഹോളിൻ്റെയും ഫിനോളിൻ്റെയും ബോയിലിംഗ് പോയിന്റ് കൂടും. അതിന് കാരണം മോളിക്കുലാർ മാസ് കൂടിയാൽ അഥവാ കാർബൺ ചെയിനിൻ്റെ ലെങ്ത് കൂടിയാൽ വാൻഡർവാൾസ് ഫോഴ്സ് കൂടുതൽ സ്ട്രോങ് ആകും. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. മെഥനോള് CH3OH, എഥനോള് CH3CH2OH, പ്രൊപ്പനോള് CH3CH2CH2OH. ഇവിടെ മോളിക്കുലാർ മാസ് കൂടി വരികയാണ്, അല്ലെങ്കിൽ കാർബൺ ചെയിൻ്റെ ലെങ്ത് കൂടി വരുന്നു. അതനുസരിച്ച് ബോയിലിംഗ് പോയിന്റും കൂടും. മെഥനോളിനേക്കാൾ ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും എഥനോളിന്. അതിലും ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും പ്രൊപ്പനോളിന്. അതേസമയം ബ്രാഞ്ചിങ് ഉണ്ടായാൽ അവിടെ മോളിക്യൂൾസിനെ നന്നായി പാക്ക് ചെയ്യാനായി സാധിക്കില്ല. അതുകൊണ്ട് വാൻഡർവാൾസ് ഫോഴ്സ് വീക്കാകും. എന്നാൽ ബ്രാഞ്ചഡ് ആൽക്കഹോൾസിന് എല്ലായ്പ്പോഴും സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കഹോളിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ഉദാഹരണമായി നമ്മൾ ബ്യൂട്ടൻ 1 ഓളും ബ്യൂട്ടൻ 2 ഓളും പരിഗണിക്കുക. ബ്യൂട്ടൻ 2 ഓളിൽ 2 പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വരുന്നത്, ഒരു ബ്രാഞ്ച് പോലാണ്. അതുകൊണ്ട് ബ്യൂട്ടൻ 2 ഓളിന് ബ്യൂട്ടൻ 1 ഓളിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കഹോളിൻ്റെയും ഈതറിൻ്റെയും ഫിനോളിൻ്റെയും സോലിബിലിറ്റി ആണ്. ആൽക്കഹോൾസ് വാട്ടറിൽ സോലിബിൾ ആണ്. ലോവർ ആൽക്കഹോൾസ് ഏത് പ്രപ്പോർഷനിലും വാട്ടറിൽ സോലിബിൾ ആണ്.
മോളിക്കുലാർ മാസ് കൂടുന്തോറും അവയുടെ സോലിബിലിറ്റി കുറയുന്നു. ആൽക്കഹോൾസ് വാട്ടറുമായി ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആൽക്കഹോൾസിന് ഉയർന്ന സോലിബിലിറ്റി ഉള്ളത്. ഇത് നമുക്ക് എക്സാമിന് വരാറുണ്ട്. വൈ ആൽക്കഹോൾസ് ആർ സോലിബിൾ ഇൻ വാട്ടർ? ബിക്കോസ് ആൽക്കഹോൾസ് മേക്ക് ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് വാട്ടർ. ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അറേഞ്ച് ദ ഫോളോയിങ് സ്പീഷീസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക. പെൻഡൻ 1-ol, ബ്യൂട്ടൻ 1-ol, ബ്യൂട്ടൻ 2-ol, എഥനോൾ ആൻഡ് പ്രൊപ്പനോൾ. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് എല്ലാം ഒരേ ഫാമിലിയിൽ പെട്ടതാണോ? നമുക്കറിയാം ഇതെല്ലാം ആൽക്കഹോളാണ്. അതുകൊണ്ട് മോളിക്കുലാർ മാസ് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ മതിയാകും. മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് വാണ്ടർവാൾസ് ഫോഴ്സ് സ്ട്രോങ് ആകും. അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ മോളിക്കുലാർ മാസ് ഏറ്റവും കുറവ് എഥനോളിനാണ്. സോ എഥനോളിനാണ് ഏറ്റവും താണ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. എഥനോളിനേക്കാൾ ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും പ്രൊപ്പനോളിന് ഉള്ളത്. അതിലും ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ബ്യൂട്ടനോളിന് ഉള്ളത്. പക്ഷെ ഇവിടെ 2 ബ്യൂട്ടനോൾസ് തന്നിട്ടുണ്ട്. ബ്യൂട്ടൻ 1-ol ബ്യൂട്ടൻ 2-ol. നമുക്കറിയാം ബ്യൂട്ടൻ 1-ol ഒരു ടെർമിനലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അതേസമയം ബ്യൂട്ടൻ 2-ol ഒരു സൈഡ് ചെയിൻ പോലെ അല്ലെങ്കിൽ 2 പൊസിഷനിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. സോ എല്ലായ്പ്പോഴും സ്ട്രെയിറ്റ് ചെയിൻ അല്ലെങ്കിൽ ടെർമിനലിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാലായിരിക്കും ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. സോ ബ്യൂട്ടൻ 1-olനേക്കാൾ താണ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ബ്യൂട്ടൻ 2-olന്. സോ അടുത്തതായി ബ്യൂട്ടൻ 2-ol. അതിലും ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ബ്യൂട്ടൻ 1-olന്. അതിലും ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും പെൻഡൻ 1-olന് ഉള്ളത്. അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കുക. പെൻഡൻ 1-ol, നോർമൽ ബ്യൂട്ടൈൻ, പെൻഡനാൽ, എഥോക്സി മീഥൈൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ? അല്ല എങ്കിൽ അതിനെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് കോമ്പൗണ്ട് പെൻഡൻ 1-ol. ഇറ്റ് ഈസ് ആൻ ആൽക്കഹോൾ. നോർമൽ ബ്യൂട്ടൈൻ അതൊരു ഹൈഡ്രോ കാർബൺ ആണ്. പെൻഡനാൽ അതൊരു ആൽഡിഹൈഡാണ്. എഥോക്സി മീഥൈൻ അത് ഈതറാണ്. കമ്പാരബിൾ മോളാർ മാസ് അല്ല എങ്കിൽ പോലും നമുക്കറിയാം ഹൈഡ്രോ കാർബണിൽ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതേസമയം ഈതറിൽ പോളാർ നേച്ചർ ഉണ്ട്. ഈതറിനേക്കാൾ ഉയർന്ന മോളാർ മാസാണ് ഇവിടെ പെൻഡനാലാണ് ആൽഡിഹൈഡിനുള്ളത്. അതും പോളാർ നേച്ചറുള്ള കോമ്പൗണ്ടാണ്. സോ ഹൈഡ്രോ കാർബണിനേക്കാൾ ഉയർന്ന ബോയിലിംഗ് പോയിന്റ് സെയിം ക്ലാസ് ഓഫ് ഈതറിന് ഉണ്ടാകും. ഈതറിനേക്കാൾ ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ആൽഡിഹൈഡിന്. ഏറ്റവും ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ഇവിടെ ആൽക്കഹോളിനായിരിക്കും. സോ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാം. ഏറ്റവും കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ഹൈഡ്രോ കാർബൺ അഥവാ നോർമൽ ബ്യൂട്ടൈൻ ആണ് ഏറ്റവും താഴെ ബോയിലിംഗ് പോയിന്റ്. അതിലും ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ഈതോക്സി മീഥൈന്. അതിലും ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ആൽഡിഹൈഡ് പെൻഡനാലിന്. അതിലും ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും പെൻഡൻ 1-olന്.